നമ്മൾ ഇതിനു മുന്നേ സൂപ്പർമാൻ 4 ചെയ്തപ്പോൾ അതിൽ ബാറ്റ്മാൻ വന്ന് ചോദിച്ചിരുന്നു, ബ്രോ ബാറ്റ്മാൻ ആൻഡ് റോബിൻ ചെയ്യുമോ? Of course, pal. Whatever you think is best, I will see to it. സോ ഗൈസ്, 90s ഇറങ്ങിയ ഒറിജിനൽ ബാറ്റ്മാൻ മൂവി ഫ്രാഞ്ചൈസിലെ 4ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ബാറ്റ്മാൻ ആൻഡ് ദി റോബിൻ. അപ്പോൾ പാടം തുടങ്ങുമ്പോൾ തന്നെ രാത്രി ഗോതം സിറ്റി സംരക്ഷിക്കാൻ സ്യൂട്ടപ്പും ചെയ്ത് കൊന്തം കാണിച്ചു നിൽക്കുന്ന ബാറ്റ്മാനെയും റോബിനെയും കാണിച്ചുകൊണ്ടാണ്. ഇതിൽ ഇവരുടെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാൽ പഴയ ബി ഗ്രേഡ് പടത്തിലെ നായകന്മാരുടെ ഇൻട്രോ പോലെയാണ്. ഫസ്റ്റ് ദേ ഷോ ദി ബാഡ് ബട്ട്, ദി ബാഡ് ആൻഡ് ഫൈനലി ദി ബാഡ് നിപ്പിൾസ്. ബാഡ് നിപ്പിൾസ്? എന്തിനാണ് നിങ്ങളെ സ്യൂട്ടിന് ഒരു നിപ്പിളൊക്കെ ഇട്ട് കൊടുത്തേ? ആൻഡ് ഇത് പോരഞ്ഞിട്ട് ഇതിലെ ബാറ്റ്മാൻ ഒരു വലിയ പ്രശ്നമുണ്ട്. മൂപ്പര് പെടലിക്ക് ബെൽറ്റ് ഇട്ട പോലെയാണ്, കഴുത്ത് അനക്കാനേ പറ്റില്ല. സോ ഗൈസ്, ഇപ്രാവശ്യം ബാറ്റ്മാനെ പിടിക്കാനുള്ള വില്ലനാണ് മിസ്റ്റർ ഫ്രീസ്. A new villain has commandeered the Gotham Museum. He's turned the security guards into blocks of ice. He's calling himself Mr. Freeze. Yes, Arnold Schwarzenegger as Mr. Freeze. Iceman cometh. അപ്പൊ ഇങ്ങരുടെ പവർ എന്താന്ന് വെച്ചാൽ ഇയാളുടെ കയ്യിലുള്ള ഒരു തോക്ക് ഉപയോഗിച്ച് ഇയാൾക്ക് എല്ലാരും ഐസാക്കി മാറ്റാൻ പറ്റും. ഒരു ദിവസം മിസ്റ്റർ ഫ്രീസ് നമ്മുടെ റോബിനെ വരെ ഐസാക്കി മാറ്റിയിട്ടുണ്ട്. അവസാനം ആ പാവം ബാറ്റ്മാൻ റോബിനെ ചൂട് വെള്ളത്തിലിട്ടിട്ടാണ് ഒരുക്കിയെടുത്തത്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഗോതം മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ച നാഗമാണിക്യം അടിച്ചു മാറ്റാൻ വേണ്ടി മിസ്റ്റർ ഫ്രീസ് വരുന്നത്. അതറിഞ്ഞതും ബാറ്റ്മാൻ തന്റെ വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതെന്താ ടൂറിസ്റ്റ് ബസ്സാ? DJ ലൈറ്റ് ഒക്കെ ഇട്ട് പോവാൻ. അങ്ങനെ മ്യൂസിയത്തിൽ വെച്ച് ബാറ്റ്മാനും റോബിനും മിസ്റ്റർ ഫ്രീസും അയാളുടെ ടീംസും കൂടി നാഗമാണിക്യത്തിന് വേണ്ടി അടിയാണ്. അവരെ നാഗമാണിക്യം വെച്ചവിടെ ഐസ് ഹോക്കി വരെ കളിക്കും. ബട്ട് ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി മിസ്റ്റർ ഫ്രീസ് നമ്മുടെ ബാറ്റ്മാൻ ഐസ് വെച്ച് മതിലിൽ ചർത്തി നാഗമാണിക്യം കൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആയി പോവുകയാണ്. അപ്പൊ ഈ മിസ്റ്റർ ഫ്രീസ് നാഗമാണിക്യം കട്ടെടുക്കുന്നതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവരൊരു മാരക രോഗം പിടിച്ച് കോമയിലാവും. സോ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി മിസ്റ്റർ ഫ്രീസ് അവരെ ദിഗംബര സുഭദ്രയെ ബാർട്ടബിൽ മുക്കി കിടത്തിയ പോലെ അവരെ ഒരു അക്വേറിയത്തിൽ മുക്കി കിടത്തി ഈ നാഗമാണിക്യവും കട്ട് ആ എക്സ്പെരിമെന്റിനുള്ള പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, അങ്ങനെ അടുത്ത നാഗമാണിക്യം കക്കാൻ വേണ്ടി നാഗമാണിക്യത്തിന്റെ മാലയുടെ എക്സിബിഷൻ നടക്കുന്ന ഒരു പരിപാടിയിൽ മിസ്റ്റർ ഫ്രീസ് തന്റെ ഐസ് പീരങ്കിയും കൊണ്ട് വന്ന് എല്ലാവരെയും ഐസാക്കിയ നാഗമാണിക്യ മാലയും കട്ടെടുത്ത് പോവുകയാണ്. പക്ഷെ ഇപ്രാവശ്യം മിസ്റ്റർ ഫ്രീസിന് പാളുകയാണ്. അങ്ങേരെ നാഗമാണിക്യ മാല കട്ടെടുത്ത് പോകുമ്പോഴതാ നമ്മുടെ ബാറ്റ്മാൻ അങ്ങോട്ടേക്ക് പാറി വന്ന് മിസ്റ്റർ ഫ്രീസിനെ വണ്ടിയിൽ നിന്ന് പുറത്തിട്ട് അറസ്റ്റാക്കി ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറ്റി ആർക്കം ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയിടും. അങ്ങനെ രംഗം ശാന്തമായി ബാറ്റ്മാനും റോബിനും ബാറ്റ്മാന്റെ കാര്യസ്ഥന് ആൽഫ്രഡും അയാളുടെ മരുമോളും ഒക്കെ കൂടി അവരുടെ വീട്ടിൽ സുഖമായി പോയിക്കൊണ്ടിരിക്കുകയാവും. ഈ സമയത്താണ് കഥയിൽ മറ്റൊരു വില്ലൻ പിറവിയെടുക്കുന്നത്. ഇവരുടെ പവർ എന്താന്ന് വെച്ചാൽ മുസ്ലിം പവറിന്റെ ഗുളിക പിടിച്ച് കയ്യിൽ വെച്ച് ആ തൂതി ആണുങ്ങളെയൊക്കെ മൂടാക്കി കാമത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കും. എന്നിട്ട് അവളുടെ വിഷമുള്ള ചുണ്ട് വെച്ച് ഒരു കിസ് അടിച്ച് എതിരാളികളെല്ലാം വീഴ്ത്തും. ദി പോയ്സൺ ഐവി. ഇവളാളൊരു പരിസ്ഥിതി സ്നേഹിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ മനുഷ്യന്മാരെ എല്ലാം കൊന്ന് ജൈവ കൃഷി നടത്തണമെന്നാണ് ഇവളുടെ ആഗ്രഹം. സോ പോയ്സൺ ഐവിക്ക് ഈ മനുഷ്യന്മാരെയൊക്കെ കൊന്നൊടുക്കണമെങ്കിൽ മനുഷ്യന്മാരെയും ഭൂമിയെയും രക്ഷിക്കുന്ന ബാറ്റ്മാനെയും റോബിനെയും കൊല്ലണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടി പോയ്സൺ ഐവി നേരെ മിസ്റ്റർ ഫ്രീസിന്റെ ജയിലിൽ പോയി മൂപ്പരെ അവിടുന്ന് രക്ഷിച്ച് ഈ മിഷന് എന്റെ ഒപ്പം കൂടണമെന്ന് പറയും. മാത്രമല്ല പോയ്സൺ ഐവി പോയി മിസ്റ്റർ ഫ്രീസിന്റെ ഭാര്യ സുഭദ്രയെ കൊന്ന് അത് ബാറ്റ്മാൻ ചെയ്തതാണെന്നും പറഞ്ഞ് മിസ്റ്റർ ഫ്രീസിനെ പിരികേറ്റി ഈ മിഷന് വേണ്ടി ഇറക്കുകയാണ്. അപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ പോയ്സൺ ഐവി ബാറ്റ്മാനെയും റോബിനെയും വശീകരിച്ച് കിസ് അടിച്ച് കൊന്നുകളയും. എന്നിട്ട് മിസ്റ്റർ ഫ്രീസിനെയും കൊണ്ട് ഭൂമി മൊത്തം ഐസ് അടിച്ച് മരവിപ്പിച്ച ആൾക്കാരെയൊക്കെ കൊന്ന് അവിടെ കൃഷി ഇറക്കും. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി. സോ അതിനുവേണ്ടി പോയ്സൺ ഐവി മുസ്ലിം പവറിന്റെ ടാബ്ലറ്റ് പൊടിച്ച് ആ പൊടി ഊതി റോബിനെ വശീകരിക്കുകയാണ്. എന്നിട്ട് അവൾ റോബിനോട് പറയും, വീട്ടിൽ ചോറും ചാളക്കറിയും വെച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി വരണമെന്ന്. അങ്ങനെ പോയ്സൺ ഐവിയുടെ വശീകരണത്തിൽ വീണുപോയ റോബിൻ അവളുടെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാവും. അപ്പോഴാണ് അത് കണ്ട ബാറ്റ്മാൻ ഇതിലെന്തോ ചതി ഉണ്ടെന്ന് മനസ്സിലാക്കി റോബിനെ തടയാൻ മാക്സിമം നോക്കും. അവൾക്ക് വട്ട് തന്നെയാണ്, മുഴുവട്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. അവളുടെ വശീകരണത്തിൽ മയങ്ങി റോബിൻ ചോറും ചാളക്കറിയും തിന്നാൻ വേണ്ടി പോയ്സൺ ഐവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് റോബിനും പോയ്സൺ ഐവിയും കൂടി അവിടെ ബെഡിൽ കിടന്നിട്ട് ഒരു കിസ് അടിക്കും. ആ കിസ് അടിച്ചതും പോയ്സൺ ഐവി പറയും, എടാ മണ്ട, നീ ചാവാൻ പോവേണ്. മാത്രമല്ല ഞാനും മിസ്റ്റർ ഫ്രീസും കൂടി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ഒരു വലിയ ഗണ്ണ് വെച്ച് ഗോതം സിറ്റി മൊത്തം ഐസാക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ നമ്മളിപ്പോ റോബിൻ ചാവുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ റോബിൻ പോയ്സൺ ഐവി കിസ് അടിക്കുമ്പോൾ പോയ്സൺ കയറാതിരിക്കാൻ വേണ്ടി ചുണ്ടിൽ ഫെവിക്കോൾ തേച്ച് ഉണക്കി വെച്ച് വന്നിരിക്കുകയായിരുന്നു. യെസ് ഗൈസ്, അത് ബാറ്റ്മാന്റെ റോബിന്റെയും ഒരു പ്ലാൻ ആയിരുന്നു. പോയ്സൺ ഐവിയുടെ മിസ്റ്റർ ഫ്രീസിന്റെ പ്ലാൻ കണ്ടുപിടിക്കാൻ വേണ്ടി.
അങ്ങനെ ഇതൊക്കെ അറിഞ്ഞതും പോയിസൺ ഐവി ഒരു വനിത ആയതുകൊണ്ട് അവളെ നമ്മുടെ ബാറ്റ്മാനും റോബിനും ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തില്ല. സോ ഈ പോയിസൺ ഐവിയെ നേരിടാൻ വേണ്ടി അവർ ബാറ്റ് ഗേളിനെ ഇറക്കുകയാണ്. You're about to become compost. Yes guys, after the bad nipples, it's the bad boobs coming. So guys, അങ്ങനെ പോയിസൺ ഐവിയെ കീഴ്പ്പെടുത്തിയതും ബാറ്റ്മാനും റോബിനും ബാറ്റ് ഗേളും കൂടി മിസ്റ്റർ ഫ്രീസിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയം മിസ്റ്റർ ഫ്രീസ് ആണെങ്കിൽ അവിടെ ഗോതം സിറ്റി മൊത്തം ഐസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താവും ബാറ്റ്മാൻ അങ്ങോട്ട് എത്തുക. എന്നിട്ട് അവിടെ ഒരു സംഘർഷം നടത്തി മിസ്റ്റർ ഫ്രീസിനെ കീഴ്പ്പെടുത്തുകയാണ്. ബട്ട് ഗൈസ്, അപ്പോഴേക്കും ഗോതം സിറ്റി മൊത്തം ഐസ് കൊണ്ട് മൂടിയിരുന്നു. ഇനി ഇതൊക്കെ ഉരുക്കി കളയാൻ നമ്മൾ എന്ത് ചെയ്യും? അതാലോചിച്ച് ആരും പേടിക്കണ്ട. നമ്മുടെ ബാറ്റ്മാൻ ഉണ്ടല്ലോ, മൂപ്പരുടെ ഐഡിയ ഉപയോഗിച്ച് ഭൂമിയുടെ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ വെളിച്ചം സാറ്റലൈറ്റിലെ കണ്ണാടി വെച്ച് റിഫ്ലക്ട് ആക്കി ഗോതം സിറ്റിയിൽ കൊണ്ട് അടുപ്പിച്ച് ആ ഐസ് മൊത്തം ഉരുക്കി കളയുകയാണ്. എല്ലാം ശുഭം. അവസാനം അടുത്ത വില്ലന്റെ വരവിനായുള്ള ബാറ്റ്മാന്റെയും റോബിന്റെയും ബാറ്റ് ഗേളുടെയും കാത്തിരിപ്പ് തുടരുകയാണ്. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം വേഴ്സസ് താരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.